ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ നിലവിലുണ്ട്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടീസ് പറയാം. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഈ മഴക്കാല കെടുതി മൂലം പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ അവരുടേതായ രീതിയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും സഹായങ്ങളും ഉണ്ടാകണം. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ചെറിയൊരു വിമർശനം വന്നാൽ തന്നെ നമ്മൾ ഇത്രയും ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് ഇല്ലാതാവും. അതുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. പിന്നെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മെയിൻലി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ട രീതിയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് കുറച്ച് സഹകരണം ആവശ്യമുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സഹകരണം വളരെ അത്യാവശ്യമാണ്. ഫയർഫോഴ്സിൽ നിന്ന് എത്തിയിട്ടുണ്ടോ? മെയിൻലി നമ്മുടെ ഈ പല ഭാഗത്തും ബോർഡുകൾ അപകടകരമായ രീതിയിലുണ്ട്. പ്രത്യേകിച്ച് ഉള്ള സമീപം ഒരു ഭീമയുടെ വലിയൊരു ബോർഡ് നിലനിൽപ്പുണ്ട്. അത് സ്കൂളിന് തന്നെ വല്ലാത്ത ഭീഷണിയാണ്. ഞങ്ങൾ പലതരത്തിലും നോട്ടീസുകൾ 3-4 തവണ സെർവ് ചെയ്തിട്ട് പോലും അവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇപ്പം പഞ്ചായത്ത് തലത്തിൽ നമുക്കത് അഴിച്ചു മാറ്റാനാണെങ്കിൽ തന്നെ പൊളിച്ചു മാറ്റാനായിട്ട് നല്ലൊരു എമൗണ്ട് വേണം. കൂടാതെ തന്നെ ഫയർഫോഴ്സിൻ്റെ സഹായം അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ കാഴ്ചയെടുക്കാൻ വേണ്ടത്. കാരണം വെച്ചാൽ ആ ഓടിൻ്റെ പുറത്ത് വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ ഒരു സഹകരണം അത്യാവശ്യമാണ്. അതോടുകൂടിയൊക്കെയാണ് ഞാൻ ചെയ്തത്. പിന്നീട് നമ്മുടെ വെറ്റിനറി ഡോക്ടറോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ പല സ്ഥലത്തും മഴവെള്ളം കാരണം മൃഗങ്ങളെ ഷെഡെല്ലാം നഷ്ടപ്പെട്ട് വരുന്ന അവസ്ഥയിലാണ്. അപ്പോൾ അവർക്ക് വേണ്ട പരിചരണം നൽകുക, അവർക്ക് വേണ്ട മെഡിസിൻസുകൾ നൽകുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ വില്ലേജ് ഓഫീസർ നമ്മളൊരു റിലീഫ് ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 20ഓളം പേരുണ്ട്. അപ്പോൾ അവിടെയും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ പിന്നീട് മെയിൻലി വേറൊരു കാര്യം, പൂഞ്ചിറ വാർഡിൽ ധാരാളം ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് JCB ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലത്താണ്. അവിടെയും നമുക്ക് ഈ ഫയർഫോഴ്സിൻ്റെ സഹകരണം അത്യാവശ്യമാണ്. കാരണം ഞാൻ ഇന്നലെ പോയി കണ്ട ഒരു സ്ഥലത്ത് നമ്മൾ ഒരു സ്ഥലത്ത് മണ്ണ് മാറ്റുമ്പോൾ മേളിൽ നിന്നുള്ള വീട് ഇടിഞ്ഞ് താഴോട്ട് വീഴാനുള്ള ഒരു സാധ്യതയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്കിൽഡായിട്ടുള്ള ഫയർഫോഴ്സ് ടീമിന് നമുക്ക് അത്യാവശ്യമാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ മീറ്റിംഗ് വളരെ അടിയന്തരമായിട്ട് കൂടിയത്. പക്ഷേ അദ്ദേഹം അൺഫോർച്യുനേറ്റ്ലി ഇവിടെ എത്തിയിട്ടില്ല. ഓരോ ദിവസങ്ങളിലായിരിക്കും. പിന്നെ KSEB നിന്നുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ നമ്മുടെ ഈ മഴക്കാല സമയത്ത് വയറുകൾ പൊട്ടി വീഴുകയും മരങ്ങൾ വീണിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ അവരുടെ സൈഡിൽ നിന്ന് എല്ലാ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തൊക്കെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് മെയിൻലി ഇപ്പോൾ കൂടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാത്തിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നതായിരിക്കും. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിർദ്ദേശങ്ങൾ ടൈംലി അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഫോളോ ചെയ്യണമെന്ന് എല്ലാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നു. കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല. നമുക്ക് ഇനി ചെയ്തു തീർക്കാൻ ധാരാളം ജോലികളുണ്ട്. ഇതൊരു ഷോർട്ട് മീറ്റിംഗ് ആണ്. ബാക്കിയുള്ള വിവരങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. യോഗത്തിന്റെ അധ്യക്ഷ പ്രസിഡന്റ്, അതുപോലെ ബഹുമാനപ്പെട്ട മെമ്പേഴ്സ്, പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ, നമ്മളിന്ന് ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യോഗം കൂടിയിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിളിച്ചുകൂടിയിരിക്കുകയാണ്. നമുക്കറിയാം, മേലിയാർ പഞ്ചായത്ത് കേരളം മൊത്തത്തിലൊരു പ്രശ്നമുണ്ട്. നമ്മുടെ അതുപോലെ പാലാ ഈ ഒരു ഇടുക്കി താലൂക്ക്, കാഞ്ഞങ്ങാട് താലൂക്ക്, അതുപോലെ ആ താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ മേലിയാർ വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മേലിയാർ വില്ലേജിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 12ഓളം വീടുകൾ പോയിട്ടുണ്ട്, ഭാഗികമായി പോയിട്ടുണ്ട്. ഒരു വീട് നമ്മൾ പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ട്. വീടെല്ലാം നമ്മൾ അപ്പോൾ നമ്മൾ റിപ്പോർട്ടുകളൊക്കെ ജില്ലാ ഭരണകൂടത്തിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും വേണ്ടി റിപ്പോർട്ടുകൾ അപ്പോൾ കൊടുക്കുന്നുണ്ട്. പിന്നെ
അതിന് എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് ഇന്നലെ തന്നെ അവരവരെ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും മറ്റുള്ള അംഗങ്ങളെല്ലാം വന്ന് അവർക്ക് പായ കിടക്കാനുള്ള പായ, അതുപോലെ പുതപ്പ്, മറ്റു സാധനങ്ങളെല്ലാം അതിൽ അവർക്ക് സംഭവം കൊടുത്തു. ഫുഡൊക്കെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ചെറ്റമമ്പറ അതിനകത്ത് ഏറ്റവും നല്ല സഹകരിച്ച് രാവിലെ തുടങ്ങി ഈ ക്യാമ്പ് തുടങ്ങുന്ന സമയം തുടങ്ങി അവിടെ മറ്റെല്ലാവരും അതിന് വളരെ സഹകരിച്ചാണ് പോകുന്നത്. വളരെ വളരെ ആശ്വാസകരമായ രീതിയിലാണ് ആ ക്യാമ്പ് പോകുന്നത്. നല്ല രീതിയിൽ ആ ക്യാമ്പ് നടന്നു പോകുന്നുണ്ട്. പരാതികളൊന്നും ഇല്ലാതെ ഇതുവരെ 3 ദിവസമായി തുടങ്ങിയിട്ട്. ഇന്നലെ കുറച്ച് വീടുകളിൽ അവിടെ വെള്ളം കയറി വീട് മൂടത്തക്ക വിധത്തിലേക്ക് വെള്ളം കയറിയിരുന്നു. അപ്പോൾ ചെടിയും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ കൂടി കിടപ്പുണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ കറണ്ടിൻ്റെ ഒരു പ്രശ്നം വരുന്നു എന്നൊക്കെ പറഞ്ഞ് KCBയിലൊക്കെ പറഞ്ഞതുപോലെ ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞാൻ 1-2 വീടുകൾ അവരിപ്പോൾ അഭ്യർത്ഥിക്കാതിലാണ് വീട്ടുകാർ. പിന്നെ എന്ത് ഉണ്ടെങ്കിലും ഈ വില്ലേജിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അന്നേരം അത് വില്ലേജ് ഓഫീസിലോ പഞ്ചായത്തിലൊക്കെ അറിയിച്ച് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ച് അല്ലെങ്കിൽ ബാക്കി നടപടികൾ സ്വീകരിക്കാം. നമ്മൾ താമസം വരാതെ ഈ തൊഴിലുകൾക്ക് അത്രയ്ക്ക് വലിയ പ്രാധാന്യത്തോടെയാണ് ഗവൺമെൻറ് കാണുന്നത്. മറ്റുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ എന്തെങ്കിലും ചെറിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായാൽ പോലും അത് വളരെ പെട്ടെന്ന് തന്നെ സർക്കാരിലേക്ക് അറിയിക്കുക, ഗവൺമെൻറ്റിലേക്ക് അറിയിക്കുക, കളക്ടറേറ്റ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവിടുന്ന് അതിൻ്റെ നിർദ്ദേശങ്ങൾ പെട്ടെന്ന് കിട്ടും. നമ്മൾ അതനുസരിച്ച് പഞ്ചായത്ത് ഭരണവും ഏറ്റവും ഭംഗിയായിട്ട് അത് കാര്യങ്ങളൊക്കെ നിർവഹിക്കും. നമുക്ക് വില്ലേജ് നമുക്ക് ധനസഹായം, ദുരിതാശ്വാസ ധനസഹായങ്ങൾ കൊടുക്കുന്നത് വീട് നഷ്ടപ്പെട്ടതിനാണ്. വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ട വീടുകൾക്ക് 4 ലക്ഷം രൂപ വരെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഓരോ ശതമാനം അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. പഞ്ചായത്തിൽ നിന്ന് അതിൻ്റെ ടെക്നിക്കൽ അസസ് ചെയ്യണം. വന്ന് ടെക്നിക്കൽ എത്ര മാസം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലൂടെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു അപേക്ഷാ ഫോം ഉണ്ട്. ഈ അപേക്ഷാ ഫോം വീട് നഷ്ടപ്പെട്ടവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് ചെറിയ പോലും നമ്മൾ കുറച്ച് പൈസയും നമുക്ക് ഇതിനകത്ത് കിട്ടും. ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് പൈസയെങ്കിലും കിട്ടും. വീട് പൂർണ്ണമായിട്ട് നശിക്കണമെന്നില്ല. നമ്മൾ ചെറുതാണ് പോലും നമുക്ക് അത് എന്തെങ്കിലും കുറച്ച് പൈസയൊക്കെ കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്തെങ്കിലും വീടിനൊക്കെ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ അപേക്ഷാ ഫോം തരണം. അതിലേക്ക് നമ്മുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി, കാലിക്കറ്റ് രസീതിൻ്റെ കോപ്പി, ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, ആധാർ കാർഡിൻ്റെ കോപ്പി, ഈ അപേക്ഷ ഫോം ഇത്ര സംഭവങ്ങളാണ് തരേണ്ടത്. ആ കാര്യം വില്ലേജ് കൂടിയാണ് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അന്നേരെ വില്ലേജ് ഓഫീസിലോ പഞ്ചായത്തിലോ അറിയിക്കുക എന്നുള്ളതാണ്. നമുക്ക് ചെറിയ പ്രശ്നം വേണ്ട. പിന്നെ കൈകാല കോളേജ് അങ്ങനെ കാര്യങ്ങളൊന്നും നമുക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വഴി അതിന് ധനസഹായം ഇല്ല. വീട് നഷ്ടപ്പെട്ടതിനാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ധനസഹായം നൽകുന്നത്. മറ്റു കാര്യങ്ങൾ ഏകോപിച്ചിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ ബ്ലോക്ക് പ്രസിഡന്റ് എനിക്ക് തോന്നുന്നു അങ്ങനെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ പഞ്ചായത്തുകൾ വളരെ കാര്യമായിട്ടാണ് ഈ കാര്യങ്ങളുടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടാനും അതുപോലെ എനിക്ക് നമ്മൾ നേരിട്ട് കാണാം. ക്യാമ്പിലൊക്കെ വന്ന് അവർക്ക് ആവശ്യമുള്ള എന്ത് സഹായം ചെയ്യാനായിട്ട് വളരെ റെഡിയായിട്ട് കിടക്കുകയാണ്. ക്യാമ്പിൽ ലൈറ്റും എല്ലാം ഇട്ട് എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റുന്നുണ്ട്. വാർഡ് മെമ്പർ അവർ അദ്ദേഹത്തെ വളരെയധികം ജില്ലയിൽ അവരും അദ്ദേഹത്തെ വളരെയധികം മുന്നോട്ട് നിൽക്കുന്നു. അവരെ പ്രസിഡന്റ് വളരെ സജീവമായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അവരെ പ്രത്യേകം അഭിനന്ദിക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ നമ്മുടെ ജനപ്രതിനിധികൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും കമൻസ് പറയാനുണ്ടെങ്കിൽ, കൂടാതെ കൂടി നമുക്ക് ഉത്തരക്കും ഈ വിഷയത്തിൽ സജഷൻസ് നൽകാവുന്നതാണ്. ഓരോ സജഷൻസും നമ്മുടെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം സഹായിക്കും. അതുകൊണ്ട് എല്ലാവരും ഓരോ സജഷൻസ് നൽകണം. കാരണം നമ്മുടെ ശ്രദ്ധ എല്ലായിടത്തും എത്തിച്ചേരാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇങ്ങനെയുള്ള സജഷൻസ് വളരെ ഉപകാരമാണ്. ഞാൻ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വളരെ പെട്ടെന്ന്
മാത്രമേ ഉള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റും. മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ചുകൂടി സേഫാണ്. ഞാൻ അതുപോലെ മൂന്നലയിലും മലപ്പുറം പഞ്ചായത്തിലും ഒക്കെ വിസിറ്റ് ചെയ്തായിരുന്നു. അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ചും കൂടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് പഴയ സ്റ്റേജിലോട്ട് എത്താൻ പറ്റുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള മുൻകരുതലുകൾ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥർ പറയുന്ന നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൃത്യമായിട്ട് പാലിക്കുകയും എന്ത് അത്യാവശ്യമുണ്ടെങ്കിലും അതത് വാർഡുകാരെയും അതുപോലെ ആശാവർക്കർ അവരെ ചേച്ചിമാരുണ്ട്, ഹരിതകർമ്മ ചേച്ചിമാരുണ്ട്, അവരെ എല്ലാവരും കോൺടാക്ട് ചെയ്ത് ഒരു നിൽക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം വലിയൊരു പ്രോബ്ലത്തിലോട്ട് എത്തിപ്പെടാണ്ട് നമുക്കതിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് ഓരോ മെസ്സേജസുകളും നിങ്ങൾ അതനുസരിച്ച് നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് തന്നെ ചെയ്യുക. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയാണ്ടിരിക്കുക, എന്തെങ്കിലും തുറന്ന് സംസാരിക്കുക, ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യും. അപ്പം പഞ്ചായത്തിലുള്ള ഉദ്യോഗസ്ഥരുമായിട്ടും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികളുമായിട്ടും ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുക. എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ള ഒരു അവസരമാണിത്. അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ പറഞ്ഞ പോലെ 12 വീടുകൾ ഭാഗികമായിട്ടും ഒരു വീട് പൂർണ്ണമായിട്ടും പോയി എന്ന് പറഞ്ഞു. നമ്മളെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ മറ്റു സ്ഥലങ്ങളെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും എന്നും ഇങ്ങനെ പോയിരിക്കുന്നവർക്ക് ഒരു താങ്ങായിട്ടും തണലായിട്ടും കൂടെ നിൽക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവണമെന്ന് പറയുകയാണ്. അതുപോലെ ഇപ്പൊ പെട്ടെന്ന് ഈ കൂടിയ മീറ്റിങ്ങിന്റെ ഉദ്ദേശങ്ങളാണ് എങ്ങനെ ഇതിനെ ഓർഗൻ ചെയ്യാന്നുള്ളത്. എല്ലാവരുടെയും സജഷൻസ് ആണ് ഇവിടെ ആവശ്യം. അപ്പം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നതിൽ കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും സംസാരിക്കാൻ പറ്റും, ഇറക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ആവശ്യമുള്ളവരുടെ അടുത്തും കരുതൽ വേണ്ടവരുടെ അടുത്തും നിങ്ങൾ ഉറപ്പായിട്ടും ചെന്ന് എത്തിപ്പെടണം. ഇപ്പൊ മഴയുടെ സാഹചര്യമാണ്, എല്ലാവർക്കും ഒരുപാട് പേര് ജോലിക്ക് പോകുന്നില്ല. അപ്പം അങ്ങനെയുള്ളവർ കുറച്ചും കൂടി ആത്മാർത്ഥമായിട്ട് പുറത്തിറങ്ങി സംസാരിക്കുകയും പുറത്തിറങ്ങി അവരുടെ കാര്യങ്ങൾ കേൾക്കുകയും ക്യാമ്പുകളൊക്കെ വിസിറ്റ് ചെയ്യുകയും അവിടെ എന്താണ് ആവശ്യമെന്ന് നോക്കുകയും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം ചെയ്യാന്നുള്ളത് അത്യാവശ്യമാണ്. ഇപ്പം ജനപ്രതിനിധികളാണെങ്കിൽ പോലും ഒരു പരിധിയുണ്ട് അവർക്ക് കയറി ചെല്ലാനായിട്ട്. അപ്പം കൂടെ അടുത്ത് നിൽക്കുന്ന നിങ്ങൾ നാട്ടുകാരെ നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അതിനെ കുറച്ചുകൂടി എളുപ്പത്തിൽ അതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാമെന്ന് ആശംസിച്ചുകൊണ്ട് നടത്തണം. ഏറ്റവും പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം മഴയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകരമായ മഴയാണ്. ഇപ്പം പലരെയും നമ്മൾ വിളിച്ചു, ഇങ്ങനെ നമ്മൾ മണ്ണിടിച്ചിട്ടുണ്ട്, ഉരുൾപൊട്ടലുണ്ട്, ഒന്ന് വരാമോ എന്നൊക്കെ ചോദിച്ചത് തന്നെ ഉള്ളൂ, ഒന്ന് പോകാനൊക്കെ ചോദിച്ചത് നമ്മുടെ ആളുകൾക്ക് ഒരു ഭയങ്കര പേടിയോ കാര്യങ്ങളൊക്കെയാണ്. മണ്ണിടിച്ചൊന്നും വൈകാതിരിക്കാൻ പോകരുത് അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾക്ക് ഉത്സാഹപ്പെടുത്തുക, നമ്മളെ ചലഞ്ച് ചെയ്ത് പോവാം. ഈ പറഞ്ഞ കപ്പപ്പള്ളിയുടെ അടിയിലേക്ക് പറഞ്ഞ ഉള്ളു പൊട്ടിയാണ് നമ്മുടെ ചാരോടത്ത് വരെ മാത്രം മണ്ണെല്ലാം ഒഴിച്ച് ഒരു ഭീകര നിമിഷമാണ്. പക്ഷെ അവിടെ പോകുമ്പോൾ ഇതൊക്കെ അറിയത്തോളെ. തീർച്ചയായിട്ടും എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പ്രദേശങ്ങൾ കംപ്ലീറ്റ് തന്നെയുണ്ടായി. ആ മഴ ഒരു റോഡ് തോടായിട്ടാണ് പോകുന്നത്. അതുപോലെ അത് ഇറങ്ങി ചെയ്ത് നമ്മൾ ചെന്ന് അവിടെ ഞാപ്പള്ളി ചെന്നപ്പോൾ അച്ഛൻ തീർച്ചയായിട്ടും അച്ഛന് വന്ന് ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അത് ഞങ്ങൾ പോരാനിക്ക് പോകേണ്ടത് അവിടെ മണ്ണിടിഞ്ഞ് റോഡ് മുഴുവൻ പോകാൻ ഞങ്ങൾ അവിടെ ഇറങ്ങിയതെല്ലാം മാറ്റി അവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ എല്ലാം വെക്കില്ല. അതുപോലെ പോരാനത്തോട് ഒരു വീടിന് ഫ്രണ്ടിലെ ബാഗിൽ മണ്ണിടിച്ചിട്ട് വീട് കാണാൻ അവിടെ ഞങ്ങൾ പോയി. എല്ലാ പേരും നമ്മൾ പോയി. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഇറങ്ങി നമ്മൾ പ്രവർത്തിക്കണം. തീർച്ചയായിട്ടും യുവാക്കളൊക്കെ മുന്നോട്ട് പോകണം. അതിനകത്ത് ഞങ്ങൾ പോയി. അപ്പം അദ്ദേഹം നമ്മളെ ഒരു തടയുന്ന രീതി അല്ലെങ്കിൽ നമ്മൾ പോകാൻ പാടില്ല സംഗതി നമ്മുടെ ജീവൻ അപകടത്തിൽ അന്നൊക്കെ പറഞ്ഞ ആൾക്കാർ നിരുത്സാഹപ്പെട്ടു. പക്ഷെ ഇതൊന്നും നമ്മൾ നോക്കണം. തീർച്ചയായിട്ടും നമ്മുടെ ജനത്തിന് വേണ്ടി നമ്മൾ പോരാടാൻ മുന്നോട്ട് വരണം. അതിനായിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് പോകണം. തീർച്ചയായിട്ടും എൻ്റെ കൊണ്ട് പതിനാറിൻ്റെ റോഡുകൾ കംപ്ലീറ്റ് ഈ പറഞ്ഞ പോലെ പോയിട്ടുണ്ട്. റോഡ് പോയി തോടിച്ചിട്ടെല്ലാം പോയിട്ടുണ്ട്. അവിടെ അന്ന് രാവിലെ ഞാൻ മൊത്തം ഞങ്ങളുടെ ആ വാർഡിലൊക്കെ എനിക്ക് പോകാൻ സാധിച്ചുള്ളതാണ്. പല ആൾക്കാരും വിളിച്ചു അന്ന് രാവിലെ കയറുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, ഞങ്ങളുടെ മുന്നിൽ നമുക്ക് എടുക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒത്തുവെച്ച് നിന്ന് നമ്മുടെ ഈ പ്രതികൂല സാഹചര്യം നേരിടാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ ഭാഗത്ത് ഉപസിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷ ജോസുണ്ട്, പഞ്ചായത്ത് സെക്രട്ടറി, വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് കേരളം വളരെ ഒരു ദുരന്തമുഖത്തിലാണ് എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ നമ്മുടെ പഞ്ചായത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക.
പക്ഷെ ഒരു ദുരിതമുഖം വരുമ്പോൾ പഞ്ചായത്തിൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 3 മണി തൊട്ട് നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറി മെമ്പർമാരും ഈ പറഞ്ഞ റവന്യൂ എല്ലാം ഓടിയെത്തി. 3 മണി തൊട്ട് മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ അവരെല്ലാം ഓടിയെത്തി. പഞ്ചായത്ത് മുന്നിൽ നിൽക്കുമ്പോഴും അതിലൊരു നമ്മളൊരു ദുരിതമുഖം ഉണ്ടാകുമ്പോൾ അവിടെ പഞ്ചായത്ത് മെമ്പർമാരും അതിനപ്പുറം നമ്മുടെ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനു മുമ്പും പല ദുരിതമുഖം ഉണ്ടായപ്പോഴും അതിനെല്ലാം വിജയിച്ച് കയറിയവരാണ് നമ്മുടെ കേരളം. അവിടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ ഉണ്ടായതുകൊണ്ടാണ് അതെല്ലാം നമ്മൾ വിജയിച്ച് കയറുവാൻ സാധിച്ചത്. അതുപോലെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിലും അതുപോലെ എല്ലാവരുടെയും ഈ പറഞ്ഞ ക്ലബ്ബുകൾ അതുപോലെ സന്നദ്ധ പ്രവർത്തകർ എല്ലാവരുടെയും ഏകോപനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് നീക്കുവാൻ പാടുള്ളൂ. നമ്മളിപ്പം ഇടമ്പയിൽ നമുക്കൊരു ക്യാമ്പുണ്ട്. ആ ക്യാമ്പിൽ ഈ പറഞ്ഞ സെക്രട്ടറി അതിൽ ഈ പറഞ്ഞ റവന്യൂൻ്റെ ഏരിയ ഓഫീസർ പോലീസ് അതുപോലെ വാർഡ് മെമ്പർമാരായ 5 അതുപോലെ ജെറ്റോ മെമ്പർ അവരുടെ വാർഡിലാണ് ഏറ്റവും കൂടുതൽ ഈ പാർപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇപ്പം എൻ്റെ വാർഡിൽ തന്നെ ആണെങ്കിലും 3-4 വീടുകൾ മണ്ണിടിച്ച് ഇപ്പം താമസിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള ഇതിലുണ്ട്. അവിടെയെല്ലാം നമ്മൾ ഈ പറഞ്ഞ ഒരു വീട്ടിലാണെങ്കിൽ മുട്ടോളം മുഖത്തിൽ ഇപ്പം ചെളിക്കാരുണ്ട്. അവിടെയെല്ലാം നമ്മൾ സന്നദ്ധ പ്രവർത്തനം നമ്മുടെ എല്ലാവരുടെയും ഏകോപനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനൊന്നും ചെയ്തായിരുന്നു. അതുപോലെ ആ വ്യക്തികളെ ഒന്ന് മോട്ടിവേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കും. കാരണം നമുക്കറിയാം നമുക്ക് ഓരോരുത്തർക്കും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അവിടെയെല്ലാം ആണെങ്കിൽ അവിടെയെല്ലാം സംഘടിപ്പിക്കുകയും ഇതൊരു ഭാരത നടപടി എന്ന് മാത്രമേ ഉള്ളൂ. സെക്രട്ടറി അതുപോലെ നല്ല രീതിയിൽ പഞ്ചായത്ത് ഭരണസമിതി ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എല്ലാവരും സഹകരണം ഉദ്ദേശിച്ചുകൊണ്ട് എൻ്റെ വാർത്തകൾ നമസ്കാരം. ഇവിടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നമുക്കറിയാം കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മുടെ എല്ലാ വാർഡുകളിലും വളരെയധികം ജനങ്ങൾ വിഷമതയേറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വീട് പോയിരിക്കുന്നത് എൻ്റെ വാർഡിലാണ്. വീട് മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്നവർ ഭാഗ്യം കൊണ്ട് അവിടെ ഇല്ല, ആ സമയത്തില്ലായിരുന്നുകൊണ്ട് അവരുടെ ജീവൻ രക്ഷപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നെയ്യോട് സംബന്ധിച്ച് അവിടെ പോയി എസ്റ്റിമേറ്റ് എടുക്കാനൊക്കെ ഇരിക്കുകയാണ്. ബാക്കി നമ്മുടെ വീടുകൾ നഷ്ടപ്പെടുന്നത് കൂടാതെ നമ്മുടെ മണ്ണൊക്കെ ഇടിഞ്ഞ് റോഡിലോട്ട് വീണും അതുപോലെ വീടിൻ്റെ മുകളിലോട്ടൊക്കെ വീണും വളരെയധികം ദുരിതം അനുഭവിക്കുന്നവർ ഒരു 4-5 വീടുകളുണ്ട് നമ്മുടെ വാർഡിൽ തന്നെ. പക്ഷേ ഇപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് 4 ലക്ഷം രൂപ കിട്ടുമെന്ന് പറയുന്നു. പക്ഷേ 4 ലക്ഷം രൂപ കൊണ്ട് നമുക്കൊന്നും അവിടെ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ മണ്ണിടിഞ്ഞവർക്ക് തന്നെയാണെങ്കിലും എന്തെങ്കിലും ഒരു ധനസഹായം ലഭിക്കുകയാണെങ്കിൽ അവർക്കും അതൊരു സഹായം വളരെയധികം സഹായമായിരിക്കും. കാരണം അവർ നമ്മുടെ ഇപ്പം അവിടെ റെഡിയാക്കുന്നത് നമ്മുടെ ഇന്നലെ എൻ്റെ വാർഡിലെ മണ്ണിടിഞ്ഞ വീടുകളുടെ പുറകുവശമൊക്കെ വെള്ളംപുറം യൂത്ത് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അവിടെ നന്നാക്കി. അപ്പോൾ നമുക്ക് ഇപ്പം എനിക്ക് പറയാനായിട്ട് കൂടുതൽ പറയാൻ നമ്മൾ 14 മെമ്പർമാർ പഞ്ചായത്തിലുണ്ട്. ബ്ലോക്ക് മെമ്പർമാരും ജില്ലാ പഞ്ചായത്ത് മെമ്പറും എല്ലാവരും നമ്മൾ എല്ലാവരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചു പോകുന്ന കാര്യമില്ല. നമ്മളെല്ലാവരും അവരുടെ ഒപ്പം ഇറങ്ങി പ്രവർത്തിച്ച് മണ്ണ് മാറ്റുന്നതിനും അതിനോടൊപ്പം സഹായിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഒരു ആവശ്യവും അപകടവും വരുത്താതെ ദൈവം ഇനിയും എല്ലാവരെയും കാത്തു വരുവാനായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും കാക്കണമെന്ന് നിർത്തുന്നു. വേദിയിലിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ്, SI, വില്ലേജ് ഓഫീസർ, വെറ്ററിനറി സർജൻ, പഞ്ചായത്ത് സെക്രട്ടറി, വിവിധ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ, സ്നേഹനിധി ജനപ്രതിനിധികൾ, സ്നേഹനിധി സഹപ്രവർത്തകരെ, വളരെ ഒരു ദുഃഖകരമായ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കുറച്ച് ദിവസം നല്ല മഴ വെയിലൊക്കെ തെളിഞ്ഞ് അപ്രതീക്ഷിതമായിട്ടാണ് നമ്മുടെ മേഖലയിലേക്ക് ഒരു ദുരന്തം എത്തിപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു 1 മുതൽ 14 വാർഡ് വരെയുള്ള വാർഡുകളിൽ മണ്ണിടിച്ചിലും വീട് നഷ്ടപ്പെട്ടും ഉരുൾപൊട്ടലും